ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് പിന്നെ സിനിമ കാണുന്നതിനോടായിട്ടാണ് ഞാനും ഡാഡിക്കൂടെ കൊണ്ടുവരാം ഗൈസ്. ഡാഡിക്കൂടെ ഇവിടെ മീനിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടിരിക്കുകയാണ്. രണ്ട് മീനുകൾ ഉണ്ടോ? അപ്പോൾ രണ്ട് പേർക്കുള്ള ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. രണ്ട് പേർക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. വാഴ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ വാഴ എന്ന് പറയുമ്പോൾ ആദ്യം വാഴ കാണാൻ പോയി പറയുമ്പോൾ വീട്ടിലെ തൊടിയിൽ രണ്ട് വാഴേൻ്റെ പൂ കാണുന്നത് ഡാഡിക്കൂടെ പറഞ്ഞു. പക്ഷേ നമ്മൾ പിന്നെ വാഴ കാണാൻ വേണ്ടി വന്നു. തിയേറ്ററിൻ്റെ മുന്നിൽ കൂടെ കാണാൻ വിചാരിച്ചു. തിയേറ്ററിൽ തിയേറ്റർ പറയുമ്പോൾ നല്ല ആംബിയൻസുള്ള തിയേറ്ററാണ് അല്ലേ? ആംബിയൻസ് സൂപ്പറാണ്. ഇവിടെ പാലും പഴവും പറഞ്ഞ സിനിമയുണ്ട്, വാഴയുണ്ട്, കർണകി പറഞ്ഞ സിനിമയുണ്ട് അല്ലേ? കർണകി പഴയ മണിച്ചിത്രത്താഴത്തെ പോസ്റ്ററിന്റെ ഒരു ലുക്ക് ഇല്ലേ എന്നൊരു സംശയമുണ്ട്. ഇത് സൂക്ഷിച്ച് നോക്കുക, വേറൊരു മീനും കൂടി കാണാൻ പിന്നെ തൊട്ട് തൊട്ട് ടിക്കറ്റ് വേണം പിന്നെ എന്നാ ഫിറോസ് നമുക്കപ്പോൾ ഇന്നത്തെ പരിപാടി പൊരിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ വാല് പറയുന്നത് ഏകദേശം ഒരു ചെമ്പരത്തി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ വയറൊക്കെ നല്ലോണം വീർത്തിരിക്കുന്നില്ലേ? ഇതിന്റെ വയറ് നല്ല വീർത്തിട്ടുണ്ട്. മേലെ ഇതെങ്ങനെ കടന്ന് വെള്ളം കൊടുക്കൊണ്ടിരിക്കുന്നു. അതാ അതാ മീൻ രണ്ടും കൂടെ അടിയാ വന്നു പോയി. വിശ്രമിക്കുക, ചളി തിന്നാൻ വേണ്ടിയിട്ട് ഓക്സിജൻ വെളിയിൽ ആംബിയൻസും നല്ല സൗകര്യമുണ്ട്, പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. പഴയ രമ്യ തിയേറ്റർ അല്ലേ അല്ലേ? പഴയ രമ്യ തിയേറ്ററിൽ ഇപ്പൊ അതിനെ ആവിഷ്കാർ സിനിമാസ് എന്നുള്ള പേരിൽ പിന്നെയും ഇതാക്കിയിരിക്കുന്നു. നമ്മൾ ഒരുപാട് നേരത്തെ എത്തിപ്പോയി. തിയേറ്ററിന്റെ ഫ്രണ്ട് എത്തിയപ്പോൾ സമയം 1:45, നോക്കുമ്പോൾ ഷോ 3 മണിക്കാണ്. അപ്പൊ ടിക്കറ്റ് കൊടുത്തിട്ട് വെറുതെ ഇരിക്കുമ്പോഴാണ് വ്ളോഗ് ചെയ്യാന്നുള്ളൊരു ഇത് വന്നത്. അപ്പൊ അതിന്റെ റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ അല്ലേ? ഇവിടെ വരുമ്പോ തന്നെ അവിടെ വലിയ പോസ്റ്ററിൽ വാഴ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് കാണാൻ വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഹാഷിറിനെയാണ്. പിന്നെ അതിൽ ജഗദീഷ് ഉണ്ട്, നോബി ഉണ്ട്, അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്. പറഞ്ഞു കേട്ടു റിവ്യൂ ഒക്കെ. അവിടുത്തെ ആംബിയൻസ് ആണ് മെയിനായിട്ട് പൊളി അല്ലേ? ഇവിടെ ഇങ്ങനെ ക്രിസ്മസ് ട്രീന്റെ അപ്പുറത്തെ 2 ബെഞ്ച്, ഇപ്പുറത്തെ 2 ബെഞ്ച്, അവിടെ ചിറക്, ഒരു നായ്ക്കുട്ടി, പട്ടിക്കുട്ടിയുണ്ട്. സിനിമ കാണാൻ വന്നാ ഒന്നോ. പക്ഷെ പട്ടിക്കുട്ടിന് സിനിമ തിയേറ്ററിനുള്ളിൽ അലൗഡ് ചെയ്യില്ലല്ലോ അല്ലേ? പിന്നെ ഇത് കയറി വന്നിട്ട് ഇപ്പുറത്തെ ഈ സൈഡ് വേറൊരു സംഭവം ഉണ്ട്. ഇത് ആദ്യം മറ്റേ ഫിലിം ആക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കാൻ സംഭവം അല്ലേ അത് അല്ലേ? ആദ്യം പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കണവർക്ക് ഇതിന്റെ ബുദ്ധി പറഞ്ഞാൽ ഇവിടെ ജനറേറ്ററിന്റെ റൂമിലേക്ക് ആരും കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗേറ്റിന്റെ അവിടെ ഗേറ്റിന് പകരം ഒരു ഫ്ലക്സ് വെച്ചിട്ട് ചെറുക്കൻ്റെ ചിത്രം. അപ്പൊ അങ്ങനെയാകുമ്പോൾ അവിടെ ഫോട്ടോ വരുമല്ലോ, ഫോട്ടോ എടുക്കാനുള്ള ഒരു സൗകര്യം ആക്കി വെച്ചിരിക്കുക. അപ്പൊ അപ്പുറത്തേക്ക് ആരും കടക്കൂല. എന്താ ബുദ്ധി? ഗേറ്റ് അല്ലേ ഇത്? ഗേറ്റിന് മേലെ ലൈറ്റ്, ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം. പിന്നെ നേരെ ഇപ്പുറത്തേക്ക് ഇരിക്കുമ്പോൾ പഴയൊരു പ്രൊജക്ടർ കണ്ടാ? പഴയ പ്രൊജക്ടർ അല്ലേ ശരിക്കും പഴയ ഒറിജിനൽ പ്രൊജക്ടറിന് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇതിൽ ഫിലിം ഇട്ടിട്ട് ഇങ്ങനെ എടുത്ത് കറക്കുക ചെയ്യുക. ഇതിൽ ഫിലിം ഇട്ടിട്ട് ഇങ്ങനെ കറക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെളിച്ചം വന്നിട്ട് സ്ക്രീനിലേക്ക് ആയിട്ടാണ് പണ്ടൊക്കെ സിനിമ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ പിന്നെ പുതിയ കാലമായപ്പോ പുതിയ പ്രൊജക്ടർക്ക് വന്നു അല്ലേ? പിന്നെ മൊത്തം ക്യാമറയും കാര്യങ്ങളൊക്കെയാണ്. ഡാഡിക്കുള്ള ഇലക്ട്രീഷ്യൻ തരണം. അതിൻ്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയോ നോക്കുന്നതൊക്കെ ഉണ്ട്. പെയിന്റ് അടിച്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും വേണം ഒരു കഴിവ്. പെയിന്റ് അടിച്ചിട്ടേ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിനും വേണം വേറൊരു കഴിവ് പറയുക അല്ലേ? കണ്ട നടുമിറ്റത്തൊരു വലിയ ബദാം മരം തണലിന് വേണ്ടിയിട്ട് സൂപ്പറാണ്. അപ്പൊ ഇനി ഗൈസ്, അപ്പൊ നമുക്കിനി സിനിമ തുടങ്ങിയിട്ട് അതിന്റെ റിവ്യൂ ഒക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ
എന്താണ് ചാനൽ ആദ്യമായിട്ട് കാണി താഴെ തോന്നുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലത്തെ റിവ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് പറയുക അല്ലേ. ഓക്കെ ഓക്കെ. അവനും അവളെ നോക്കുന്നുണ്ടല്ലോ. ഓ ഗൈസ്, അപ്പോൾ ഇൻ്റർവെല്ലായിരിക്കണം ഗൈസ്. ഇൻ്റർവെൽ സിനിമ ഒരു രക്ഷയില്ല, കോമഡി. ഫസ്റ്റ് ഒരു സൈക്കിളിൽ നിന്ന് വീണ സീനെടുത്ത് തുടങ്ങി ലാസ്റ്റത്തെ ഹാഷറിൻ്റെ എൻട്രി വരെ സിനിമ ഒരു രക്ഷയില്ലാത്ത രക്ഷയില്ലെന്ന് വേണമെങ്കിൽ പറയാം. കണ്ടിരിക്കാം. ഓക്കെ, ഇവിടെ പോപ്കോൺ കേട്ടിക്കൊണ്ടിരിക്കുന്ന ഡാഡി കൂടെ. സിനിമയുണ്ട്, സൂപ്പർ അല്ലേ, കോമഡി. ഫസ്റ്റ് ഒരു സൈക്കിളിൽ നിന്ന് വീഴ്ച വിട്ടിട്ട് ഇപ്പോൾ ലാസ്റ്റ് വന്നു. നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് പെട്രോൾ വഴിയായിരുന്നു. ആ പെട്രോൾ വെച്ചിട്ട് കാ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്നാക്സിന് വന്നിരിക്കുന്നത് ഗൈസ്. ഡാഡി കൂടെ ഓടിയുണ്ട്. സിനിമയെ കുറിച്ച് എന്താ പറയാനുള്ളത്? സൗണ്ട് പറയും സൂപ്പറായിട്ട് അടിപൊളി. പൈസ നഷ്ടമില്ലല്ലോ. അങ്ങനെ പൈസ കോമഡി സിനിമ, ഫാമിലി എന്റർടൈനർ. ഇതിനെ കറക്റ്റായിട്ടുള്ള റിവ്യൂ നമുക്ക് വീട്ടിൽ പോയിട്ട് പറഞ്ഞുതരാം. ചായത്തി കപ്സെത്തി. ഓക്കെ ഗൈസ്, ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ പോയിട്ട് സിനിമന്റെ ഫുൾ റിവ്യൂ വീട്ടിൽ പോയി ഗൈസ്. അപ്പോൾ ഈ വാഴ പറയുന്ന സിനിമയില്ലേ, ഒരു രക്ഷയില്ല പറയാൻ, ഒരു രക്ഷയില്ല. ഏകദേശം നമ്മുടെ ഫാമിലി എന്റർടൈനറാണ് ഈ വാഴ എന്ന് പറയുന്ന സിനിമ. മാക്സിമം തിയേറ്റർ എക്സ്പീരിയൻസും ചെയ്യാൻ ശ്രമിക്കുക. ഈ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ദിവസം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്നു. ടിക്കറ്റ് ബുക്ക് ബൈ ഷോയിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് പനി പിടിച്ച് ഒരാഴ്ച കടന്നത്. അതാണ് ഒരാഴ്ച ഒന്ന് ലേറ്റായി. ഓഗസ്റ്റ് 15 റിലീസായ സിനിമയാണ്. ഇന്ന് ഓഗസ്റ്റ് 28 അത്ര ഒരാഴ്ച ലേറ്റായി പോയി. സിനിമ എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് ചിരിച്ച് ചാവും പറയാം. അത്രയ്ക്ക് വലിയ കോമഡി ഇല്ല, എന്നാലും വെർത്താണ്. നമ്മുടെ സിനിമ ടിക്കറ്റിൻ്റെ പൈസ വെർത്താണെന്ന് തന്നെ പറയാം വാഴ എന്നുള്ള സിനിമ. ഒട്ടുമിക്ക വോയിസിനും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. പിന്നെ നമ്മുടെ അണ്ണൻ്റെ ഹാഷിറിനെ കാണാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് പോയത്. ഹാഷിർക്ക് സോറി, ഫാൻസ് ക്ഷമിക്കണം. നമ്മുടെ അണ്ണനെ കാണാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നവർ ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി വരെ ഒന്നും നമ്മുടെ അണ്ണൻ രംഗത്തേക്ക് വരുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം അണ്ണനാണെന്ന് പറയാനും പറ്റില്ല. പിന്നെ അങ്ങോട്ട് ഇടയിലിടയിൽ വന്നിട്ട് നമ്മുടെ കഴിവ് അങ്ങോട്ട് പ്രകടിപ്പിക്കണേ. നിങ്ങൾ പല റിവ്യൂസിലും കേട്ടിട്ടുണ്ടാവും. ഹാഷിർ എന്ന പേരെന്നാണ് നമ്മുടെ സിനിമയിൽ നമ്മുടെ അണ്ണനുള്ളത്. ഇടയിലിടയിൽ പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാഷിറും ടീമും ഇനി അടുത്തത് ഞങ്ങളുടെ കഥ പറയാൻ കൂടി ഒരു വരവുണ്ട് പറഞ്ഞിട്ട് ലാസ്റ്റ് വാഴ 2 എന്നുള്ള പോസ്റ്ററും കൂടി കാണിക്കുമ്പോഴാണ് നമ്മളവിടെ ത്രില്ലാവണേ. അപ്പോൾ നിങ്ങൾ മാക്സിമം തിയേറ്റർ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അവിടെ ആകുമ്പോൾ ഹാഷിറിൻ്റെ ഓരോ എൻട്രിയിലും നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, നിലവിളിക്കാൻ വേണ്ടില്ലേ, അതേപോലെ. പിന്നെ അതിൽ അവരിൻ്റെ കൂട്ടുകെട്ട് മാറ്റാൻ വേണ്ടി പലതരം കോളേജിൽ കൊണ്ട് തീർത്തു അവരെ. പക്ഷേ പലതരം കോളേജ് ലാസ്റ്റ് ഒരു കോളേജായിട്ട് ഒരുത്തനെ തല്ലുമ്പോൾ ബാക്കിയുള്ള എല്ലാവരെയും കൂടി ഒരു ജാതി എൻട്രി. എൻ്റെ മച്ച, അത് വേറെ ലെവലിൽ തന്നെ വേണമെങ്കിൽ പറയാം. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അവനെ തല്ലാൻ വേണ്ടി വരുമ്പോൾ ഒരു പഠിപ്പി പയ്യനെ തല്ലാൻ വേണ്ടിയിട്ട് ഒരുത്തം വരും. പക്ഷെ അവർ ഇതെന്താ ഇവനിവിടെ ഹലോ വിശ്വനാഥ് BC പറഞ്ഞിട്ട് പോകുമ്പോഴായിരിക്കും ഈ വിശ്വനാഥ് BC ഈ പഠിപ്പിച്ചക്കൻ ഈ അലമ്പനെ കയറി തല്ലുന്നത്. ആ ടൈമിലാണ് ബാക്ക് എന്നിട്ട് എന്ന് പറഞ്ഞൊരു എൻട്രി നമ്മുടെ ഈ ഉഴപ്പൻ ചെക്കൻ്റെ ചങ്സ് കയറി വരുന്നത്. പക്ഷെ ട്വിസ്റ്റ് അവിടെയല്ല, ഇവരുടെ എല്ലാവരും കൂടിയിട്ട് നേരാവട്ടെ വേണ്ടാണ് ഈ പഠിപ്പിച്ചക്കനെ അല്ലെ ഈ ഉഴപ്പൻ ചെക്കൻ അവിടെ കൂടെ തീർത്തിയത്. പക്ഷേ ബാക്കിയുള്ളവർ അതേപോലെ അവിടെ വന്ന് പെട്ടു, തികച്ചും യാദൃശികമായിട്ട്. അതൊരു സീന് എടാ മോനെ, രോമൊക്കെ എടുത്ത് സല്യൂട്ട് അടിക്കുന്നത് വേണമെങ്കിൽ പറയാമല്ലോ. അമ്മാതിരി സീന്.
മാക്സിമം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെന്താണ്, പിന്നെ ഇതിൽ കോളേജ് റൊമാൻസ് അങ്ങനത്തെ പലതരം ഇത്. പിന്നെ ലാസ്റ്റ് പണ്ടെങ്ങാണ്ടോ വാഴ വച്ചേ വളവുമിട്ടേ പാട്ട്, അത് വേറെ ലെവല്. പിന്നെ അതേപോലെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാഫിന് ഇൻട്രോലിൻ്റെ കുറച്ച് മുന്നാണ് നമ്മുടെ വേറെ അണ്ണൻ്റെ എൻട്രി, ബേസിൽ ജോസഫ്. നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ബേസിൽ ജോസഫിൻ്റെ എൻട്രി. ഞാൻ കഥ കൂടുതൽ പറഞ്ഞ് സ്പോയിൽ ആക്കണില്ല. ബേസിൽ ജോസഫ് അണ്ണൻ്റെ എൻട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ചിരി മെമ്പർ ചിരിയിലെ അശ്വിൻ്റെ മേലെ കൈ വെക്കുമ്പോഴാണ് നമ്മുടെ ബേസിൽ ജോസഫ് കൈ കയറി പിടിച്ചിട്ട് ഒരു മാസ് എൻട്രി എന്ന് തന്നെ വേണമെങ്കിൽ അവിടെ പറയാം. പോലീസുകാരനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയാണ് നമ്മുടെ ഹാഷിർ അണ്ണൻ. അവിടെ പിന്നെയും ഹാഷിർ അണ്ണൻ്റെ ഒരു മെയിൻ സാധനം നിങ്ങൾ റീൽ കണ്ടിട്ടുണ്ടാവും, റീൽസൊക്കെ വന്നിട്ടുണ്ടാവും. സത്യം പറയാമല്ലോ ഗൈസ്, ഏതെങ്കിലും ഒരു സിനിമ റിലീസായ റീൽസ് ഒന്നും കാണാണ്ടിരിക്കുന്നത് നല്ലത്. മൊത്തം സ്പോയിലാണ്. അത് കണ്ട കാരണം നമുക്ക് വലിയ രോമാഞ്ചിഫിക്കേഷൻ വന്നില്ല. പക്ഷെ ചുറ്റുള്ള ആൾക്കാർ നിലവിളിക്കുമ്പോൾ രോമമൊക്കെ എണിച്ചത് സല്യൂട്ട് അടിക്കുന്ന ടൈപ്പ് സംഭവങ്ങളായിരുന്നു. വർത്ത് എന്ന് പറയാലോ, ഒരു പ്രാവശ്യമൊക്കെ കാണാം ഗൈസ്. വർത്ത് എന്ന് പറയാൻ വർത്തായിരിക്കും. പിന്നെ സെക്കൻഡ് ഹാഫ് പറയുമ്പോൾ അത്യാവശ്യം സാഡാണ്. പിന്നെ അതേപോലെ ഇതിൽ അഭിനയം മാരകമായിട്ട് കാഴ്ചവെച്ചിരിക്കുന്ന കുറച്ച് വ്യക്തികളാണ് അസീസ്, നോബി, അസീസ് ഖ, നോബി നമ്മുടെ ഡെമാർപാടാറിലെ നോബിയേട്ടൻ, പിന്നെ ജഗദീഷ് സാറ്, അങ്ങനെയുള്ളവരൊക്കെ ഒരു മാരക അഭിനയം. ജഗദീഷ് സാറ് ഭയങ്കര സ്ട്രിക്റ്റായി. ജഗദീഷ് സാറാണ് നമ്മുടെ പഠിപ്പിൻ്റെ അച്ഛൻ. ഈ ജഗദീഷ് സാറും ഭാര്യയും എന്ത് പറയുന്നോ അത് മാത്രം കേട്ടുകൊണ്ട് വളർന്നവനാണ് നമ്മളെ പഠിപ്പിച്ചേക്കൻ. പക്ഷെ അവസാനമുള്ളവർ മനസ്സിലാക്കിയത് അങ്ങനെ കുട്ടികളെ വളർത്താൻ പാടില്ല എന്നൊക്കെ അവസാനം മനസ്സിലാക്കി തിരിച്ചറിവ് വരുന്നു. അതേപോലെ ഈ നോബി എന്ന് പറയുന്നത് പിള്ളേരുടെ എല്ലാ കുത്തിരിപ്പിനും കൂടെ നിൽക്കുന്നില്ല, എല്ലാ ഒരു ഇതിനും നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നോബി മാർക്കോസ്. ഒക്കെ ഈ നോബി മാർക്കോസ് അല്ല, ഈ ക്യാരക്ടറിൽ മനസ്സിലായില്ലേ. അങ്ങനെ ഞാൻ കൂടുതൽ പറയാൻ കഥ സ്പോയിലാക്കില്ല. നിങ്ങൾ മാക്സിമം പോയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അതിൽ ഞാൻ മെയിനായിട്ട് കാണാൻ പോയത് ഹാഷിറിനെയാണ്. ഓക്കെ, അതിൽ കല്യാണത്തിൻ്റെ ഇടയിൽ ഒരു സീനുണ്ട്. ആ സീനിൽ എണിച്ച് നിന്ന് നമ്മൾ കൂക്കി നിലവിളിച്ചൊരു സീനാണത്. നമ്മുടെ അസീസിൻ്റെ മോനെ, പേര് മാത്രം, അസീസിൻ്റെ മോനെ ഒരു ഇൻസൾട്ട് ചെയ്യുമ്പോൾ നേരെ അസീസ് പോയിട്ട് ലാസ്റ്റ് പോയിട്ട് അവർ അതേപോലെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ എൻ്റെ മോനെ ഇതല്ല നീ ആരാടാ, എൻ്റെ മോനെ നോക്കാം എനിക്കറിയാൻ നമ്മുടെ ഒരു ഡയലോഗ് ഇട്ടിട്ടൊരു പോക്കുണ്ട് ഗൈസ്. അത് ലൈഫിൽ ഓരോ അച്ഛനും അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചോണ്ടൊരു ടൈപ്പ് സംഭവങ്ങളാണ് വേണമെങ്കിൽ പറയാം ഗൈസ്. ഒരു രക്ഷയില്ല, പറഞ്ഞ ഒരു രക്ഷയില്ല. പിന്നെന്താണ്, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ചാനൽ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലെ റിവ്യൂസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് മീ AK Vlog Official. ബൈ ബൈ.